നിങ്ങൾ എല്ലാ ദിവസവും ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നു. എന്നിട്ടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല, അല്ലേ? അത് മാജിക്കല്ല, വയർലെസ് ഫെയറി ടൈലുമല്ല. കുറേ സിഗ്നലുകളുടെ കളിയാണ്. ഒരു കണക്കിന് കണക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന കളി. ഒരു ബട്ടൺ അമർത്തുക, കണക്ട് ചെയ്യുക, കഴിഞ്ഞു. ബ്ലൂടൂത്ത് ഇത്ര സിമ്പിളാണെന്ന് വിചാരിച്ചോ? അല്ല. നിങ്ങളുടെ ഇയർബഡ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരു ഫുൾ ഓൺ യുദ്ധമാണ്. ബ്ലൂടൂത്ത് അതിൽ ജയിക്കുന്നത് അത് ചീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഫുൾ ചീറ്റിംഗ്. ബ്ലൂടൂത്ത് ഫൈറ്റ് ചെയ്യുന്നത് ഏറ്റവും വൃത്തികെട്ട സ്ഥലത്താണ്. 2.4 ജിഗാഹെർട്സ് ബാൻഡ്. നിങ്ങളുടെ വൈഫൈ, മൈക്രോവേവ്, അയൽക്കാരൻ്റെ ദുരൂഹ ഗാഡ്ജറ്റുകൾ എല്ലാം ഒരേ സ്പേസിലാണ്. എല്ലാവരും അവിടെ നിന്ന് ഒച്ചയിടുകയാണ്. ബ്ലൂടൂത്തിൻ്റെ ട്രിക്കോ? ഫ്രീക്വൻസി ഹോപ്പിംഗ്. 79 ചെറിയ ചാനലുകൾ ഒരു സെക്കൻഡിൽ 1600 തവണ മാറിക്കൊണ്ടിരിക്കും. റേഡിയോ തരംഗങ്ങൾക്കുള്ള സ്പീഡ് ഡേറ്റിംഗ് പോലെയാണിത്. വേഗത്തിൽ ചാടുക, ഒരിടത്തും കൂടുതൽ നേരം നിൽക്കരുത്, പിടിക്കപ്പെടരുത്. അതുകൊണ്ടാണിത് ഒരുവിധം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത് നിങ്ങളെ വെറുക്കുന്നത് പോലെ കോൾ കട്ടാവുന്നതും. നിങ്ങളുടെ ഇയർബഡ്സിനെ കുറ്റം പറയുന്നത് നിർത്തൂ. നിങ്ങളുടെ പെർഫെക്റ്റ് സ്പോട്ടിഫൈ സെഷനു വേണ്ടി ബ്ലൂടൂത്ത് ഡിസൈൻ ചെയ്തതല്ല. ഇത് 90s ഉണ്ടാക്കിയത് RS-232 സീരിയൽ കേബിളുകൾക്ക് പകരമായാണ്. അതെ, പ്രിന്റർ കേബിളുകൾ. ഓഫീസ് ഉപകരണങ്ങൾക്കായി ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിലാണ് നിങ്ങളിപ്പോൾ മ്യൂസിക് സ്ട്രീം ചെയ്യുന്നത്. ഭാവിയിലേക്ക് പോകുന്ന ഒരു ഫുൾ ഓൺ ഡക്ട് ടേപ്പ് ഫീൽ വരാൻ വേറെ എന്തു വേണം? ബ്ലൂടൂത്തിന് നിങ്ങളെ വിശ്വാസമില്ല. ഓരോ ഡിവൈസും ഫുൾ പാരനോയിഡാണ്. പെയറിങ്ങോ? അതൊരു സൗഹൃദബന്ധമല്ല, അത് ഫുൾ ഓൺ ക്രിപ്റ്റോഗ്രഫിയാണ്. എലിപ്റ്റിക്കൽ കർവ് കീ എക്സ്ചേഞ്ചുകൾ, AES എൻക്രിപ്ഷനും നിർത്താതെയുള്ള ഓത്തൻറ്റിക്കേഷനും. എന്തുകൊണ്ട്? കാരണം ആർക്കും ബ്ലൂടൂത്തിൻ്റെ റേഡിയോ സിഗ്നൽ കേൾക്കാം. നിങ്ങളുടെ മ്യൂസിക്, കോളുകൾ, ഡേറ്റ എല്ലാം എൻക്രിപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓപ്പണാണ്. ലോകം മുഴുവൻ കള്ളന്മാരാണെന്നാണ് ബ്ലൂടൂത്ത് വിശ്വസിക്കുന്നത്. അത് ശരിയുമാണ്. പിന്നെ ഈ കണക്റ്റഡ് ഡിവൈസുകൾ എന്ന ഫാൻറ്റസിയിൽ വീണുപോകരുത്. ബ്ലൂടൂത്ത് ഒരു സ്മൂത്ത് ഗ്ലോബൽ നെറ്റ്വർക്ക് അല്ല, അതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ്. ഒരു മാസ്റ്റർ, 7 അടിമകൾ. അതാണ് ഒരു പിക്കോനെറ്റ്. കൂടുതൽ വേണോ? ഒന്നിലധികം ഡിക്റ്റേറ്റർഷിപ്പുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു സ്കാറ്റർ നെറ്റ് ഉണ്ടാക്കുന്നു. ഇതൊരു ക്ലംസിയായ പണിയാണ്. ഫുൾ ഓൺ റിജിഡ്. 3 സാധനങ്ങൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ എന്തിനാണ് ആറാട്ടെടുക്കുന്നതിന് ഇതാണ് കാരണം. ബ്ലൂടൂത്ത് വീക്കാണ്, ലിറ്ററലി. ക്ലാസ് 2 ഡിവൈസസോ? ഒരു 10 മീറ്റർ ഭാഗ്യമുണ്ടെങ്കിൽ. ക്ലാസ് 3യോ? 1 മീറ്റർ മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഡെഡ് ആവുന്നത്. ഇത് നിങ്ങളുടെ ഫോണിൻ്റെ കുഴപ്പമല്ല, ആപ്പിൻ്റെ കുഴപ്പമല്ല, ഇത് ഫിസിക്സാണ് മച്ചാ. ബ്ലൂടൂത്ത് ഒരു മന്ത്രമാണ്, അല്ലാതെ ഒച്ചപ്പാടല്ല. അപ്പോൾ ഇതാണ് ചുരുക്കം. ബ്ലൂടൂത്തിനൊരു പെർഫെക്റ്റ് ടെക്നോളജിയായി കാണുന്നത് നിർത്തൂ. അതങ്ങനെയല്ല, അതൊരു ഹാക്കാണ്. ഒരു പൊളിഞ്ഞുപോയ ഹാക്ക്. അത് പരാജയപ്പെടുമ്പോൾ റേജ് ആകരുത്, അതിനെ മനസ്സിലാക്കുക. ഇടപെടലുകളെ ഒഴിവാക്കാൻ അത് ഭ്രാന്തമായി ഹോപ്പ് ചെയ്യുന്നു. ക്രൂരന്മാർക്ക് ഒളിഞ്ഞു നോക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ പാക്കറ്റും അത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ആർക്കിടെക്ചർ പഴക്കമുള്ളതുകൊണ്ട് മാസ്റ്റേഴ്സിനെയും സ്ലേവ്സിനെയും അത് കഷ്ടിച്ച് ജഗിൾ ചെയ്യുന്നു. ഡ്രോപ്പ് ഔട്ടുകൾ പരാജയത്തിൻ്റെ തെളിവല്ല, അത് ഈ കുഴപ്പങ്ങൾക്കിടയിലും അത് ഒരുവിധം സർവൈവ് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾ മാജിക്കാണ് ആഗ്രഹിച്ചത്, നിങ്ങൾക്ക് കിട്ടിയത് കോംപ്രമൈസ്. നിങ്ങൾക്ക് വയർലെസ് ഫ്രീഡം വേണമായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയത് ബ്ലൂടൂത്ത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഇയർബഡ്സ് ഗ്ലിച്ചാവുമ്പോൾ അതിനെ തെറി പറയുന്നത് നിർത്തും. സ്വയം തെറി പറയുക, ടെക്നോളജി നിങ്ങളോട് പെർഫെക്ഷൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചതിന്. ബ്ലൂടൂത്തിന് ഒരു കുഴപ്പവുമില്ല, അത് വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഡീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സത്യമറിയാം. ഇനി ചോദ്യം ഇതാണ്: ഡ്രോപ്പ് ഔട്ടുകൾ വരുമ്പോൾ നിങ്ങൾ തുടർന്നും പുലമ്പിക്കൊണ്ടിരിക്കുമോ, അതോ അതിനെ ജീവനോടെ നിലനിർത്തുന്ന ആ ബ്രൂട്ടൽ ജീനിയസിനെ റെസ്പെക്റ്റ് ചെയ്യുമോ?